തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മതാലസയായി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ ഉറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി ഇവിടെ ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മതാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ രസം പിടിച്ച് വരുവായിരുന്നു. നിങ്ങൾ അവിടെ രസം കുടിച്ചോണ്ടിരുന്നാ മതി. രസവും കുടിച്ചോണ്ടിരുന്നല്ല പറഞ്ഞു, നല്ല രസം പിടിച്ച് വരുവായിരുന്നു. അതല്ല, ഈ ടേപ്പർക്കാരനകത്ത് പാട്ട് വെച്ചിട്ട് എന്നെ ഈ കോലം കെട്ടിച്ചിട്ട് എന്നെ ഇവിടെ ഡാൻസ് കളിപ്പിച്ചിട്ട് നിങ്ങൾ ഈ കണ്ണും പൂട്ടിയിരിക്കുന്നതിന്റെ കാര്യമായി എനിക്ക് മനസ്സിലാവാത്തെ. ഈ പാട്ടും കേട്ട് കണ്ണു പടച്ചിരിക്കുന്നോണ്ട് ഇച്ചിരി സുഖമുണ്ട്. കണ്ണങ്ങാനം തുടങ്ങി ഇവനാണ് ഇത് കളിക്കുന്നതെന്ന് അറിഞ്ഞ ഉള്ള സുഖം മുഴുവൻ പോവും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് 2026 ബോഡി ഷേമിങ്ങിന് ഞാനൊരു കേസ് കൊടുത്താണല്ലോ, നിങ്ങൾ അകത്ത് കിടക്കും. പണ്ട് ഞാനൊന്ന് കളിയാക്കിയെന്നും പറഞ്ഞ് ബോഡി ഷേമിങ് എന്നും പറഞ്ഞ് കൊണ്ട് കേസ് കൊടുത്തു. കോടതി ചെന്നപ്പോ വക്കീല് പറയുവാണ്, ആദ്യം നല്ലൊരു ബോഡി ഉണ്ടാക്കി വാ, എന്നിട്ട് ഷെയ്മിങ് നടത്താം. അത് കഴിഞ്ഞ് പിന്നെ അതും പറഞ്ഞോണ്ട് വരുവാണ്. എടാ, നിനക്കൊരു കാര്യം അറിയാവോ? എന്റെ ഈ കൊള്ള സങ്കേതത്തിന് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ദോഷം പറയല്ലോ, ഒരു ദിവസം 4 കിഡ്നാപ്പെങ്കിലും വെച്ച് കിട്ടുമായിരുന്നു. ഇപ്പൊ ഇച്ചിരി ക്ഷയിച്ചിരിക്കുക. പണ്ട് ഒരുപാട് സുന്ദരികൾ വന്ന് ഡാൻസ് കളിച്ചിട്ടുള്ള സ്ഥലമാണ്. അതിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് നിന്റെ ഈ കോക്കാമ്പിച്ചി വിഗും ഈ രൂപമൊക്കെ വെച്ച് ഇവിടെ ഞാൻ ഡാൻസ് കളിപ്പിക്കുന്നതും കട്ടൻ ചായ ഈ വലിയ ബിസ്കിക്കകത്ത് ഒഴിച്ച് അടിച്ചോണ്ടിരിക്കുന്നത്. അയ്യോ, ഇത് കട്ടൻ ചായ ആയിരുന്നു. പിന്നല്ലാതെ ഡാൻസ് കളിക്കുന്നതിന് മുമ്പ് 2 എടുത്ത് അടിച്ചെടുത്ത് തലക്കി പിടിച്ചില്ല. ഇതുവരെ എടുത്ത് അടിക്കുന്നുണ്ടല്ലേ? പിന്നെ ഞാൻ ഇവിടുത്തെ മെയിൻ ആളല്ലയോ. രാവിലെ ഇച്ചിരി കടിഞ്ചായ കിട്ടണമെങ്കിൽ ഇവന്റെ തലക്കി ചെന്നിരുന്ന് ഞാൻ പറയണം, ആലങ്ങാട്ടെ അമ്പലത്തിൽ പാട്ടാടാ കേൾക്കുന്നത്, നേരം വെളുത്തറ ഇച്ചിരി കട്ടൻ തിളപ്പിച്ച പുന്നാരെ, എന്നിട്ട് ഞാൻ തന്നെ പോയിരുന്ന് തിളപ്പിക്കുകയും വേണം. ബോസൊക്കെ കാര്യം ശരിയാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഇവിടെ കിടന്ന് ഈ ഡാൻസ് തുള്ളാനും ആടാനും ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എവിടാ പോയി കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? എവിടാണ്? എണ്ണത്തോണിക്കകത്ത്. ചുമ്മാതല്ല, മനുഷ്യൻ ഇന്നലെ ഇത്തിരി കഞ്ഞി കുടിക്കാൻ പപ്പടം കാച്ച എണ്ണ നോക്കിയപ്പോ കാണാഞ്ഞത്. അതൊക്കെ എടുത്ത് വേറെ എടുത്തുകൊണ്ട് കളയുവാണ് അല്ലടാ? അയ്യോ, ഞാൻ എടുത്ത് കളഞ്ഞെന്നല്ല പറഞ്ഞത്. കൊട്ടൻ ചുക്കാതിയൊക്കെ എണ്ണയൊക്കെ എന്റെ തേച്ചിട്ട് എണ്ണത്തോണിക്കകത്ത് പോയി കിടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പറച്ചില് കേട്ടാ നിങ്ങൾ വിചാരിക്കും മുന്തി ആയുർവേദ ആശുപത്രിയിൽ ഇരിക്കുന്ന എണ്ണത്തോണിയാന്ന്. സിനിമാ പോസ്റ്റർ, എണ്ണത്തോണി സിനിമാ പോസ്റ്റർ വലിച്ചു കീറി അതുകൊണ്ട് തോണി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പോയി കിടക്കുന്നവനാണ്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടടാ. ഇത്ര ആൾക്കാരിക്കുന്ന കൂട്ടത്തിലുണ്ടല്ലോ, എന്നെ നാണം കെടുത്തരുത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ന് വെച്ചാ കത്തി നിൽക്കുകയല്ലായിരുന്നു കെടുത്തി വെക്കാൻ. എന്തുവാ നാണം? എടാ, നിനക്കൊരു കാര്യം അറിയാവാ? എന്തുവാ? എടാ, പണ്ടൊക്കെ ഒരുപാട് സുന്ദരികൾ വന്ന് ഇവിടെ പല പല ഡാൻസുകൾ കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഡാൻസ് കളിക്കുന്ന 8 കാലിയും പഴുതാരയും പാമ്പും ഒക്കെയാണ്. 8 കാലിയും പഴുതാരയും പാറ്റയുടെയും കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വളരെ അത്യാവശ്യമായിട്ടും നമുക്കൊരു 5-6 പാറ്റ ഗുളിക വാങ്ങിക്കണം. പനി പിടിച്ച് ചുരുണ്ട് കട്ടിലേ കിടന്നിട്ട് ഒരു 1/2 ഗുളിക പോലും എനിക്ക് മേടിച്ച് തരാത്തവനാണ് പാറ്റക്ക് ഗുളിക കൊണ്ട് കൊടുത്തത്. പാറ്റക്ക് എന്താ ജലദോഷമാണോ? എന്റെ പൊന്നു ബോസേ, അതല്ല പറഞ്ഞത്. ഞാൻ എന്റെ അമ്മയുടെ ചെന്ന് നോക്കിയപ്പോ നമ്മുടെ കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്തിൽ കുറെ പാറ്റ കിടന്ന് കളിക്കുന്നു. 5-6 പാറ്റ ഗുളിക കൊടുത്തിട്ടാൽ അത് ചത്തുപോകും. എടാ മഹാഭാവി, കുടിക്കുന്ന വെള്ളത്തിലാണ് പാറ്റ ഗുളിക കലക്കി ഒഴിക്കുന്നത്. ആ വെള്ളം എങ്ങനെ കുടിച്ചാൽ വയറിന് അസുഖം വരും, ചിലപ്പോ തട്ടി വരെ പോകും. ഒരു കാരണവശാലും ബോസ് തട്ടിപ്പോത്തില്ല. തട്ടിപ്പോവാനാന്ന് 2 കൊല്ലം മുമ്പേ തട്ടിപ്പോട്ടതാ. 2 കൊല്ലം കൊണ്ട് ഇതല്ലോ എന്റെ പരിപാടി. എടാ, ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞോ. ഇപ്പൊ ഞാൻ ഇച്ചിരി ക്ഷീണത്തിലൊക്കെ കാര്യമൊക്കെ സമ്മതിക്കും. എനിക്ക് അവസാനമായിട്ട് ഒരു കൊട്ടേഷൻ കിട്ടിയത് കൊറോണ സമയത്തായിരുന്നു. കൊറോണ സമയത്തിന്റെ പ്രത്യേകത നിനക്കറിയാലോ. ഒരാളെ ഒന്ന് മുട്ടിയാ പോലീസുകാർ പിടിച്ച് അകത്തിടുന്ന സമയമാണ്. ദൈവം സഹായിച്ച് ഞങ്ങൾ 4 പേര് കൂടെ പോയി അവനെ അടിച്ചിട്ട് ഒറ്റ അടി പോലും അവന് കൊണ്ടില്ല. അറിയാവാ? ബോസൊക്കെ എന്താ ബോസേ? 4 പേര് കൂടി ഒരുത്തനെ അടിക്കാൻ പോയിട്ട് അവനെ അടിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞ നാണക്കേടുണ്ടോ ബോസിന്? എടാ, അതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. കൊറോണ സമയത്ത് അടിക്കാൻ പോയെന്ന്. ഒരു കൈ അകലത്തിൽ നിന്നാണ് അവനെ അടിച്ചത്. അടി ഒന്നും കൊണ്ടില്ല, എല്ലാം ഇങ്ങനെ പോവായിരുന്നു. ഇനിയിപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്റെ പെങ്ങടന് മോനുണ്ട്. അവ എപ്പോഴെങ്കിലും ഇവിടെ ലാൻഡ് ചെയ്യും. അവൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെമ്പോത്ത് പൊന്നം പഴയ പോലെ പ്രതാപത്തിൽ തിരിച്ചു വരുവാളാ ചടയം പറയുമ്പോ. അത് നീ ഒന്ന് കണ്ടോ ബോസേ? എനിക്കൊരാഗ്രഹമുണ്ട്, ബോസിനോടൊന്ന് പറയാമോ? പറയടാ ഇറക്ക. എനിക്ക് വെടിയിറച്ചി കഴിച്ചാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ട് അത്യാവശ്യമാണ്. ഇച്ചിരി കിട്ടിയാൽ കൊള്ളായിരുന്നു. പണ്ടേ പേരിടാത്തൊരു ചേരി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അവിടേക്ക് പോണ കാലം. ഞാൻ ട്രെയിനിലാണ് അങ്ങോട്ടേക്ക് പോയത്. പേരില്ല സ്ഥലത്തിന്. ശ്രദ്ധിച്ച് കേൾക്കണം, അതുകൊണ്ടായി എടുത്തെടുത്ത് പറയുന്നു. ഇടക്ക് വെച്ച് ട്രെയിൻ പിടിച്ചിട്ട്
എന്തിന്? ട്രെയിന് മൂത്രം ഒഴിക്കാൻ മുട്ടി, അതായിരിക്കും. ആ. ഞാൻ നേരെ ട്രെയിനിനകത്ത് ഒറ്റ ചാട്ടമായിരുന്നു. എന്നിട്ട് ഈ പേരില്ലാത്ത ചേരി കഴിഞ്ഞ് നടന്നിങ്ങനെ പോകുമ്പോ അവിടെ ഒരു ബോക്സ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതാ. ഞാൻ ആ ബോക്സ് കണ്ടതും അവിടെ നിന്ന് വിളിച്ചു കൂവി, ബോംബെ ബോംബെ ബോംബെ. ഇത് കണ്ട് അവിടെ വന്ന ആൾക്കാരെല്ലാം കൂടെ ഒരേപോലെ ബോംബെ ബോംബെ ബോംബെ. അങ്ങനാണ് ആ പേരില്ലാത്ത ചേരിക്ക് ബോംബെ എന്ന് പേര് വീണത്. അത് ശരി. ഇനി പോയ ഇറച്ചിയെടുത്ത് കഴിച്ചോ. ഇനിയും പോയി ഇറച്ചിയെടുത്ത് കഴിക്കുന്നു. ഇപ്പൊ ഞാൻ വെച്ചത് മുറ്റൊരു വെടിയാണ്. ഇനി നീ പോയി ഇറച്ചി ഈ കഥ ആലോചിച്ച് കഴിച്ചാൽ മതി, വെടിയിറച്ചിയാകും. ഇവിടെ ഒന്നുമില്ല. ഇത് വല്ലതും അറിയാമോ? പറഞ്ഞ പോലെ അരി ഉണ്ടോടാ? അരിയുണ്ട്. അപ്പുറത്തെ ബോസിന്റെ കടയിൽ ഇരിപ്പുണ്ട്. അരി ഉണ്ടോന്നല്ല ചോദിച്ചത്. എടാ, അരിയെടുത്ത് ആ കലത്തിൽ ഇടാനാ ഞാൻ പറഞ്ഞത്. അരി എടുത്ത് കലത്തിലിടണമെങ്കിൽ ഇവിടെ അരിയില്ല. അരി ഇല്ലേ? ഇല്ല. നിനക്ക് ആ മാർക്കോസിന്റെ കടയിൽ പോയി ചെമ്പം പൊന്നം പറഞ്ഞിരുന്നെങ്കിൽ അവൻ അരി അപ്പ തന്നേനെ. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഇനി കടം ചോദിക്കാൻ അരി വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അരി വന്ന്. ഓഹോ, ഏഹേ, നീർക്കോലിക്ക് വരെ വിഷം വെച്ച് തുടങ്ങി. എന്തിനാ അതിന് വിഷം വെക്കുന്നേ? അതിന് ഓൾറെഡി വിഷമുണ്ടല്ലോ. അതല്ല പറഞ്ഞത്. പണ്ടെന്റെ പ്രതാപകാലത്ത് ഞാൻ അവന്റെ കടയുടെ വാതിൽക്കൽ ചെന്ന് ചുമ്മാതിങ്ങനെ നോക്കിയ രാവിലത്തേക്കുള്ള അരി അവൻ എത്തിക്കുമായിരുന്നു. അവന്റെ കടയുടെ വാതിൽക്കൽ ചെന്ന് അവനെ ചുമ്മാതെ വെറുതെ ഒന്ന് നോക്കിയ ഉച്ചക്കുള്ള അരി അവൻ എത്തിക്കുമായിരുന്നു. അവന്റെ കടയുടെ വാതിൽക്കൽ പോയി ഞാൻ അവനെ സൂക്ഷിച്ചെന്ന് നോക്കിയ അവൻ വൈകിട്ടത്തേക്കുള്ള അരി എത്തിക്കുമായിരുന്നു. പിന്നെ ഞാൻ പോവണ്ട, എന്റെ കണ്ണാരുടെങ്കിലും കൈ കൊടുത്തു വിട്ട അവ 1 മാസത്തേക്കുള്ള അരി കൊണ്ട് തരുമായിരുന്നു. കണ്ണടിച്ച് പൊട്ടിച്ചപ്പോ എന്തോ ഇതായിരുന്നു. ഇവിടെ മുഴുവൻ പട്ടിണിയായിരുന്നു. ഞാനും കിടന്നായിരുന്നു. എടാ, നമ്മടെ മാർവാടി വിളിച്ചായിരുന്നു. ഒരു സൂപ്പർ കൊട്ടേഷൻ പുള്ളി എനിക്ക് തന്നിട്ടുണ്ട്. 2 കോടി രൂപയാണ് ഓഫർ. 2 കോടി. അത് നടത്തി കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ഈ ചെമ്പം പൊന്നൻ തിരിച്ചു വരും. എടാ, എന്തായാലും ചെറുക്കൻ ഇങ്ങോട്ട് വന്നോട്ടെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പല ടെക്നോളജി അവൻ പഠിച്ചിട്ടുണ്ട്. നിനക്കറിയാൻ സാധിക്കും എന്റെ പെങ്ങടെ മോനെ പറ്റി. അതൊക്കെ പണ്ട്. ഇപ്പൊ അവൻ വളർന്ന് പന്തലിച്ച് കാണും. എന്റെ പെങ്ങള് മരിക്കാൻ നേരത്ത് ഒന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. എന്തുവാ ബോസേ? ആങ്ങളെ, അവനെ പൊന്നുപോലെ നോക്കണേ. അവന്റെ കണ്ണിൽ ഒരു ഉറുമ്പ് പോലും വീടരുത്. അവന്റെ ദേഹത്തൊരു തുള്ളി മണ്ണ് പോലും വാരി ഇടരുത് എന്നും പറഞ്ഞിട്ടാ അവള് കണ്ണടച്ചത്. എന്റെ ബോസ, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? അങ്ങനെ അവരെ കൊണ്ട് പറയിച്ചില്ലായിരുന്നെങ്കിൽ അവര് കണ്ണടയ്ക്കുമായിരുന്നോ? പിന്നെ അടുക്കള വിഷം വല്ലതും ഇരിപ്പുണ്ടടാ, എടുത്ത് കഴിച്ച് തിന്ന് ചാവടാ. ബോസേ, ഒരു വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മാർവാടിയാ. ഞാൻ പോയി വിളിച്ചാലോ? അത് മാർവാടി ഒന്നും അല്ലടാ. എന്റെ ചെറുക്കൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് മോനെ. അത് ബോംബെയിലെ സ്കോർപിയോ. ബോംബെയിലെ വണ്ടി എങ്ങനെ ഇവിടെ ഒന്നും ബോസിന് അറിയാൻ പറ്റും? ബോംബെയുടെ വണ്ടിയിലെ പുകക്ക് വരെ പാൻപുരാഗിന്റെ മണവാടാ. അവിടുത്തെ ഓട്ടോ നിജാം പാക്ക് തിന്നിട്ടാ ഓടുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ആവോ ബേട്ടാ ആവോ. മോനെ, മരുമോനെ, എടാ, നീ ബോംബെ പോയി ശരിക്കും ഒരു ഡോണായി കേട്ടോ. ഇപ്പൊ നിന്നെ കണ്ട ഒരു ഡോണിന്റെ അതേ ലുക്ക്. ഇനി ഇവനെ മുൻനിർത്തി നമ്മൾ കളിക്കും. ഇവന്റെ പുറകിൽ ഞാനിങ്ങനെ നിന്നാലുണ്ടല്ലോ ഒരു മനുഷ്യൻ ബോസിനെ കാണത്തില്ല. അതാണോ പറഞ്ഞത്? ഇവന്റെ പുറകിൽ നിന്നാ മതി. ഇനി കാര്യങ്ങളൊക്കെ ഇവൻ നോക്കിക്കോളും. പഴയ പോലെ തന്നെ ചെമ്പം പൊന്നിന് തിരിച്ചു വരണം. നിന്റെ സിംഹഗർജനം മാമനെന്ന് കേക്കട്ട് മരുമോനെ. ബോംബെയിൽ നിന്ന് ഞാൻ നേരെ സ്കോർപിയോയിലാണ് ഇങ്ങോട്ട് വന്നത്. സ്കോർപിയോ എന്ന് പറഞ്ഞതാണ്. ബോംബെയിലൊക്കെ അങ്ങനെ ആയിരിക്കും പറയുന്നത്. എന്നിട്ട് സ്കോർപിയോയിൽ വന്നിറങ്ങിയിട്ട് ഞാൻ നേരെ അമ്പലത്തിൽ കയറി. പ്രതിഷ്ഠ മൂട്ടിക്കാനാണോ? അല്ല, ഭഗവാനെ പ്രാർത്ഥിക്കാൻ. മാമന് വേണ്ടി ഞാൻ എത്ര നേരം പ്രാർത്ഥിച്ചെന്നറിയോ ഭഗവാനോട്. എൻ്റെ മാമന് നല്ല ശക്തിയും ബുദ്ധിയും കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ തിരുമേനി അവിടെ നിന്ന് കബഡി നിരത്തുന്നു. അല്ലാതെ തിരുമേനിക്ക് കാവടി കളിക്കാൻ പറ്റത്തില്ലല്ലോടാ. അതല്ലെന്ന്, മാമന് കണ്ടകശേരി ഉണ്ടെന്ന്. കണ്ടകശേരി കൊണ്ടേ പോകത്തുള്ളെന്നാ തിരുമേനി പറഞ്ഞത്. അതുകൊണ്ട് നാളെ രാവിലെ കുളിച്ച് റെഡിയാകണം രണ്ടുപേരും. എന്തിന്? അമ്പലത്തിൽ പോയി ശയനപ്രദക്ഷിണം ചെയ്യണം. എന്റെ ഭഗവാനെ, എന്തൊക്കെയാടാ ഈ ചെറുക്കൻ പറയുന്നത്? എനിക്കൊന്നും അറിയത്തില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? മാമ, യാത്ര ചെയ്ത് എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട്. ഞാൻ പോയൊന്ന് കിടക്കട്ടെ. പിന്നെ ഇവിടെ പൂജാമുറി ഉണ്ടോ? ഉണ്ടെങ്കിൽ വൈകുന്നേരം എനിക്ക് തൂത്തുവാരി വിളക്കത്തിക്കാനുള്ളതാ. പോട്ടെ.
ഭഗവാനെ, ഇതിനാണ് ഇവൻ 12ാമത്തെ വയസ്സിൽ ബോംബെ പോയത്. ഇവനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇത്രയും നാൾ ഇരുന്നത്. ഞാൻ വിചാരിച്ചു ഇവൻ അവിടെ ചെന്ന് ഓരോ അധോലോകത്തിൽ ചെന്ന് ഓരോ ചാരപ്പണിയൊക്കെ കാണിച്ച് വൻ സെറ്റപ്പായിട്ട് തിരിച്ചു വന്നയാന്ന്. ഇപ്പം ബോംബെയിൽ ആരാണെന്ന് പറഞ്ഞു? ബോംബെയിൽ ആരൊക്കെ ഇരിക്കുന്നതോ എനിക്കെങ്ങനെ അറിയാം ആരാന്ന്? എന്തൊക്കെയാണോ വന്ന് ചോദിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് എന്തോ സോക്കേടായിരുന്നു. വരുമോൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കും, എനിക്ക് പട്ടിയുടെ വില തരത്തുള്ളൂ, നിങ്ങൾ അവൻ്റെ തലച്ചോറെടുത്ത് ഇവിടെ കുഞ്ഞു കളിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ താറ്റിച്ചില്ലേ? നിങ്ങൾക്ക് ഇതല്ല വരേണ്ടത്, നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറത്തേത് പറ്റും. എന്റെ പൊന്നു പരമു, എനിക്കൊരു തെറ്റ് പറ്റി. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, അവന്റെ കൈ വലിയൊരു പെട്ടി ഇരിപ്പുണ്ട്. പോരാഞ്ഞിട്ട് അവൻ അമ്പലവാസി. മിക്കവാറും ആ പെട്ടി നിറച്ച് സ്വർണ്ണമായിരിക്കും. അതെങ്ങനെ മുതലാളി? എടാ, ഇപ്പൊ അവൻ ദൈവമായിട്ടാണ് അടുത്ത കൂട്ട്. ദൈവമായിട്ട് അടുത്ത കൂട്ടുള്ളവരുടെ മെയിൻ ബിസിനസ് ഇപ്പൊ സ്വർണ്ണമാ. മിക്കവാറും അവന്റെ പെട്ടി നിറച്ച് സ്വർണ്ണമാ. നമ്മള് മിക്കവാറും ആ പെട്ടി തൂത്തുവാരന്റെ മൊത്തം അഴുക്കായി കിടക്കുന്ന ഇവിടെ അല്ല. തൂത്തുവാരാൻ ഇത് കൊള്ള സങ്കേതമാടാ. എനിക്ക് വിളക്ക് കത്തിക്കണം മമ്മ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. വിളക്ക് കത്തിക്കണം? ഈ ചെറുക്കൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ ഒറ്റ താങ്ങിയാൻ പറ്റാതാണല്ലോ. കൊച്ചേട്ടാ, എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണേ. ഞാൻ കൊച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാ പോണേ. എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു മണ്ണുപോലും നുള്ളിയിടല്ലേ. എന്റെ ബോസേ, ഞാൻ നോക്കിയിരിക്കാം, നല്ലൊരു തല്ലങ്ങനോട് ചെരി കൂടെ. എങ്ങനെ തല്ലാനാടോ? തല്ലാൻ കൈവെക്കുമ്പോ പെങ്ങള് പറഞ്ഞ കാര്യം എന്റെ ചെവിക്കാത്തിരുന്ന് മുഴങ്ങുവാണ്. ഷോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇവനെ കൊണ്ട് ഒരു കാര്യവും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറയടാ. മാമൻ ഇത്തരം വിഷമമാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കള്ളക്കടത്ത് നടത്തിയാ പോരെ? മതി. എന്നാ ഞാൻ മാമന് വേണ്ടി ചന്ദനം കടത്താം. എന്ത് ചന്ദനം കടത്താം? ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ചന്ദനം കടത്ത് എന്തെങ്കിലും കടത്തിയാ മതി. നീ എന്റെ കൂടെ നിന്നാ മതി മോനെ. പിന്നെ ഞാൻ പഴയ പ്രൗഢി പങ്കെടുത്തെടുത്തോളാം. ചന്ദനമെങ്കിൽ ചന്ദനം. പ്ലാൻ പറ, എന്താ പരിപാടി? വൈകുന്നേരം 6 മണിക്ക് 7 മണിക്ക് ഇടയ്ക്കാണ് ഇതിന്റെ നല്ല സമയം. കൊള്ളാം, കറക്റ്റ് സമയം. ബാക്കി കൂടെ പറയടാ. എല്ലാരും അമ്പലത്തിലേക്ക് നോക്കി തൊഴുതോണ്ട് നിൽക്കുന്ന സമയം. തിരുമേനി ശ്രീകോവിലോട്ട് കയറുന്നു. ആ ചന്ദനം എടുക്കുന്നു, കടത്തുന്നു. ചന്ദനം എടുക്കുന്നു, കടത്തുന്നു. ചന്ദനം എടുക്കുന്നു, കടത്തുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് വിറഞ്ഞു വന്നാണ്ടല്ലോ. ആരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്തൊക്കെ വൃത്തിയാണ് പറഞ്ഞ. അമ്പലത്തിലെ ചന്ദനം കടത്തുന്ന കാര്യമാണ് പറഞ്ഞ. ഒറ്റ താങ്ങിയ വെച്ചതല്ലോ. കൊച്ചേട്ടാ, എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണേ. ഞാൻ കൊച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാ പോണേ. എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു മണ്ണുപോലും നുള്ളിയിടല്ലേ. എന്റെ ബോസേ, ഇതെന്തോ ഒരു കാലമായത്, ഇതെന്തോ നാശം, ഇത് എന്തിനാ ഇവൻ വന്ന് കയറിയത്? പിന്നെ ഇനിയിപ്പൊ ഇവനെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിനിവ എന്തിനു നിൽക്കാണ് ഇവിടെ? എന്തിനു നിൽക്കാണ് ഇവിടെ? നിന്നെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ കൺമുമ്പ് എങ്ങാനും വന്നാണ്ടല്ലോ, പോയിക്കോ ഇവിടുന്ന്. വന്നേക്കുന്നവൻ എന്തൊക്കെയാണെങ്കിലും ഞാൻ തന്നെ ആ ഓപ്പറേഷൻ നടത്തൂടാ. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. എന്നാലും എന്റെ സ്വപ്നങ്ങളൊക്കെ വെള്ളത്തിലായല്ലോ ഭഗവാനേ. ബോസേ, പരിഹാരമുണ്ട്. നല്ല കാര്യമാണെ പറഞ്ഞാ മതി. നമുക്കിതൊക്കെ പറക്കി അങ്ങ് ഉണക്കി വെച്ചാലോ? എന്ത്? ഏതാണ്ടൊക്കെ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. ഹലോ, എടോ ചടയം പറഞ്ഞു. എടോ, ഫോണിനകത്ത് ഇപ്പൊ വിളിച്ചാരാന്നറിയാവോ? എന്റെ മരുമോൻ. അയ്യേ, അവൻ ഇത്രയും നേരം ഇവിടെ നിന്ന് കാര്യം പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യം എന്തോ? എടോ അല്ലെന്ന്, പിന്നെ ബോംബെന്ന് അവൻ വിളിച്ചതാന്ന്. അവൻ ഇന്നത്തെ ഫ്ലൈറ്റിൽ വരാൻ പറ്റിയില്ല. അവൻ നാളത്തെ ഫ്ലൈറ്റിൽ ഇവിടെ എത്തത്തുള്ളന്ന്. അയ്യോ, അപ്പൊ ഇവിടെ വന്നു കയറിയത് ആരാ? ഞാൻ പ്രേതം ഭൂതമൊന്നുമല്ല. നിന്നെ പോലുള്ള കൊള്ളക്കാരെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവാണ് ഞാൻ. പേര് കരൺജത്ത്. ഇട്ടിച്ചിനെ കറണ്ട് അടിച്ചെന്നാ പുള്ളി പറഞ്ഞു. നീയൊക്കെ ഇത്രയും നാളും ഒരു വലിയ പണിയും ചെയ്യാത്തോണ്ടാ നിന്നെ ഒന്ന് പൊക്കാതിരുന്നത്. നമുക്ക് പണിയില്ലാത്ത കാര്യം എല്ലാം അറിഞ്ഞു. അപ്പോഴാ നിങ്ങൾ ആ മാർവാടിയിൽ നിന്ന് പുതിയ കൊട്ടേഷൻ എടുത്തത്. അവനെ ഞാൻ പൊക്കി അകത്താക്കിയിട്ടുണ്ട്.
അവൻ കാരണമാണ് നിന്നെയൊക്കെ സ്കെച്ച് ചെയ്തത്. ആ ചുമ്മാ അല്ല, പിള്ളേരെ സ്കെച്ച് പേന കാണാന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ ഇയാൾ എടുത്തിട്ട് പോയ ചോദിക്കും പോലെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് എന്റെ കൂടെ വരുമല്ലേ രണ്ടുപേരും? പിന്നെ മോനെ ഏ. ഇതിനേക്കാൾ വലിയ അഭ്യാസമൊക്കെ നടത്തിയിട്ട് ആ ചെമ്പൻ പൊന്നൻ ഇവിടം വരെ എത്തിയത്. ഞാനും ഓ ഒരു ഡിറ്റക്റ്റീവ് ഓഫീസർ വന്നേക്കുന്നു. എന്നെ പോലെ ഈ 10 തലേ ബുദ്ധിയുള്ള എന്നെ പറ്റിക്കാൻ നീ ഇനി ഒരുപാട് ജന്മം ജനിക്കണം. ഒറ്റ ഇടി തന്നോണ്ടല്ലോ. വാടാ ഇവിടെ. ഭഗവതി ഇപ്പൊ മനസ്സിലാകട്ടെ ഞാൻ ആരാന്ന്. പോലീസ് ആണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? സാധാരണ പോലീസുകാരുടെ അടികൊള്ളുമ്പോഴാ ചെവിക്കകത്ത് ചൂളമ്പിളി കേൾക്കുന്നത്. എന്നാ പിന്നെ പോയാലോ? പോയേക്കാം. മോശം മനസ്സിലായില്ല. എടാ ചടയം പരമ്പുവിന്റെയും ചെമ്പോത്ത് പൊന്നന്റെ ക്ലൈമാക്സ് ആണ് ഇവനിപ്പോ പറഞ്ഞത്. എന്ന് വെച്ചാ ഇനിയുള്ള സമയം നമുക്ക് ജയിലിൽ പോയി എന്തെങ്കിലും തിന്നും കുടിച്ച് ജീവിക്കാന്ന്. ബോസേ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് പോകാം. ജയിലിൽ ഇപ്പൊ ശമ്പളം കൂട്ടി